Next we have question number 17. When a gas expands adiabatically from V1 to V2 in a quasi-static reversible process, it cools from the temperature T1 to T2. Okay, അവിടെ actually missing ആണ്. അതായത് it cools from temperature T1 to T2. അങ്ങനെയുണ്ടേ. Oh, when it is equilibrated, then നിങ്ങൾക്ക് ഒരു മീനിങ് ഇല്ലാത്ത രീതിയിലായല്ലോ ക്വസ്റ്റ്യൻ. സോ ജസ്റ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ലെക്ചർ. ഇത് ഞാൻ വേറെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയാം. ഞാനത് വർക്കൗട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് അതറിയാം. ഞാൻ സോഴ്സ് ഫയലിൽ നിന്നാണ് അത് ചെയ്തത്. സോ അതങ്ങ് വിട്ടേക്കാം, നമുക്ക് പിന്നെ ചെയ്യാം. നെക്സ്റ്റ് വൺ, ഇറ്റ്സ് എ വെരി നൈസ് ക്വസ്റ്റ്യൻ. എല്ലാവരും നിങ്ങളുടെ വീഡിയോ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മീറ്റിംഗിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, മേക്ക് ഷുവർ your videos are off. പതിനേഴ് നോക്കുക നിങ്ങൾ. 10 grams of ice at 0 degree Celsius. ഇപ്പോൾ ഐസ് ക്യൂബ് ഉണ്ട്, 10 gram ആണ്, അതിരിക്കുന്നത് 0 degree Celsius, which is added to 30 grams of water maintained at 25 degree Celsius. The final temperature of the system when the system become equilibrium. നമുക്കറിയാം, ഐസ് കട്ട എടുത്ത് നിങ്ങൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഐസ് കട്ട മെൽറ്റ് ചെയ്ത് വെള്ളത്തിലേക്ക് മാറും. അപ്പം സ്വാഭാവികമായിട്ടും ചൂടായിരിക്കുന്ന വെള്ളമാണെങ്കിൽ ഐസ് കട്ട ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് തണുക്കും. ഐസ് കട്ട തണുത്തിരുന്നത് കുറച്ച് ചൂടാവും. അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു മിനിറ്റ് ആ കൺസെപ്റ്റിലേക്ക് നമുക്കൊന്ന് നോക്കാം. ദിസ് ഈസ് കോൾഡ് പ്രിൻസിപ്പിൾ ഓഫ് മിക്സിംഗ്. പ്രിൻസിപ്പിൾ ഓഫ് മിക്സിംഗ്, അതായത് രണ്ട് ഡിഫറെന്റ് ടെമ്പറേച്ചറിലുള്ള ആൾക്കാരെ നമ്മൾ മിക്സ് ചെയ്യാണെന്ന് വിചാരിക്കുക. വി ആർ മിക്സിംഗ്. ദെൻ ദേ വിൽ അറ്റൈൻ എ ഫൈനൽ ടെമ്പറേച്ചർ. അതായത് ആ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ ഈക്വൽ ആവുന്നത് വരെ അവർ തമ്മിലുള്ള എനർജി എക്സ്ചേഞ്ച് നടക്കും. ഇപ്പോ സപ്പോസ് ഈ ബോഡിയിലാണ് ഹീറ്റ് എനർജി കൂടുതലെന്ന് വിചാരിക്കുക. അപ്പോൾ കൂടിയ ബോഡിയിൽ നിന്നും ഹീറ്റ് കുറഞ്ഞ ബോഡിയിലേക്ക് ഹീറ്റ് എനർജി എക്സ്ചേഞ്ച് ചെയ്യും. ഏതുവരെ? till their temperature becomes same. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മാത്രമാണ് നമുക്കിവിടെ വേണ്ടത്. ഓക്കെ, when two bodies at different temperatures are mixed, heat flows from hot body to cold body. ഏതുവരെ? till temperatures are same, become same. This is called the principle of mixture. എന്താണ് heat energy equation? Heat energy, we have equation for heat energy which is nothing but mc delta t or mc theta. നിങ്ങൾ +2 പഠിക്കുന്ന ഇക്വേഷൻ ആണ് ഇത്. ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന്റെ കേസിൽ യൂസ് ചെയ്യുക, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. മറ്റൊന്ന് Q ഈക്വൽ ടു ml. L is the heat of fusion. Better write latent heat. ഇത് ഫേസ് ട്രാൻസിഷന്റെ സമയത്ത് ഉപയോഗിക്കുക. ഓക്കെ, ഫേസ് ട്രാൻസിഷന്റെ സമയത്ത് ടെമ്പറേച്ചർ മാറത്തില്ല, എന്നാൽ ബോഡി എന്ത് ചെയ്യും? ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ലിബറേറ്റ് ചെയ്യുകയോ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കേസ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കേസിൽ ഐസ് ഉണ്ടല്ലേ, ഐസിന്റെ കേസ് നമുക്ക് എഴുതാം. ഐസ് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഐസിന്റെ ഹീറ്റ് എനർജി എന്ത് ചെയ്യും? ലോസ് ആവും. ഓക്കെ, അപ്പോ 0 ഡിഗ്രി സെൽഷ്യസ് ഇരിക്കുന്ന ഐസ് ഉരുകി ആദ്യം എന്താവും? ഐസ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ചേഞ്ചസ് ടു 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറും. ഇതാണ് അവിടുത്തെ പ്രോസസ്സ്. അപ്പോ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ഫോർ ദിസ് പർപ്പസ് to convert
0 degree Celsius ice to 0 degree Celsius water, heat required, Q required is equal to ml. ഇവിടെ എല്ലാം നമുക്ക് തന്നിരിക്കുന്നത് CGS സിസ്റ്റത്തിലാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എത്ര ഡിഗ്രിയാണ്, സോറി എത്ര മാസാണ് ഐസിന്? 10. അവിടെ ലാറ്റന്റ് ഹീറ്റ് തന്നിട്ടുണ്ട് എത്രയാണെന്ന്? 80 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 80. സോ 800 കാലറി ആവശ്യമാണ് ഇതിന്. അതായത് ഐസ് ഉരുകി ഇത്രയും 0 ഡിഗ്രിയിലുള്ള വാട്ടർ ആവാൻ ഇത്രയും കാലറി ആവശ്യമാണ്. അപ്പോൾ ഈ ഹീറ്റ് എവിടെ നിന്നാണ് വലിച്ചെടുക്കുന്നത്? ഐസിനെ നമ്മൾ വെള്ളത്തിലേക്കല്ലേ ഇടുന്നത്, ആ വെള്ളത്തിൽ നിന്നാണ് ഇത്രയും ഹീറ്റ് അത് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. സോ നമുക്കത് നോക്കാം. ഹീറ്റ് ലിബറേറ്റഡ് ബൈ വാട്ടർ ഓൺ കൂളിംഗ് ഫ്രം 25 degree Celsius to 0 എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കാം. സപ്പോസ് 0 ആദ്യം എത്തണമല്ലോ അത്. സോ Q liberated will be mc delta T. M mass of the water is 30. C specific heat is just 1. It is given in the question. Change in temperature 25 degree 0 ആകുമ്പോൾ 25, 750 കാലറി. ഇനി നിങ്ങൾ നോക്കുക, ഇതിനൊന്ന് കൃത്യമായി അനലൈസ് ചെയ്യുക. നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഐസിനെ ഡ്രോപ്പ് ചെയ്യാണ്. ഇതിന് കംപ്ലീറ്റ് ആയിട്ട് ഉരുകി പോകാൻ വേണ്ടിയിട്ട് 800 കാലറി എനർജി വേണം. അതേസമയം ഈ വാട്ടർ 0 ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ ഇത് പുറത്തു വിടുന്ന എത്രയേ ഉള്ളൂ? 750 ഉള്ളൂ. ഒരിക്കലും 750 കാലറി അബ്സോർബ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഐസിനും ഉരുകാൻ പറ്റത്തില്ല. കാരണം അതിന് എത്ര വേണം? 800 വേണം. പക്ഷെ ഈ വാട്ടർ എത്ര പ്രൊവൈഡ് ചെയ്യുള്ളൂ? 750. അപ്പൊ കുറച്ച് ഐസ് അവിടെ സ്റ്റിൽ എന്ത് ചെയ്യും? എക്സിസ്റ്റ് ചെയ്യും. ഏത് ടെമ്പറേച്ചറിൽ? 0 ഡിഗ്രിയിൽ എക്സിസ്റ്റ് ചെയ്യും. സോ ദ ഫൈനൽ ടെമ്പറേച്ചർ വിൽ ഡെഫിനറ്റ്ലി 0. TF will be 0. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോ ഒരു 100 ഡിഗ്രിയിലുള്ള വെള്ളമായിരുന്നെങ്കിൽ ഒരു ഫൈനൽ ടെമ്പറേച്ചർ നമുക്ക് ചിലപ്പോൾ കിട്ടിയേനെ, some other temperature. Now in this case this is 0 degree Celsius. Okay, now question number 18. A vessel has two compartments, volume V1 and V2, having ideal gas pressure P1 P2, temperature T1 T2 respectively. If wall separating the compartments is removed, the resulting equilibrium temperature is. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡിയൽ ഗ്യാസ് കൺസെപ്റ്റ് വെച്ച് മാത്രം നിങ്ങൾക്ക് ഇത് ചെയ്യാം. 2 കമ്പാർട്ട്മെന്റ് ആണ്, അവരുടെ വോളിയം V1 ഉം V2 ഉം ആയിരുന്നു. ഇനിഷ്യലി പ്രഷർ P1 ഉം P2 ഉം ആയിരുന്നു. ടെമ്പറേച്ചർ T1 ഉം T2 ഉം ആയിരുന്നു. ഇവരെ സെപ്പറേറ്റ് ചെയ്യുന്ന വാളിനെ എടുത്ത് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവരുടെ ടെമ്പറേച്ചർ ഈക്വൽ ആവും. അതുവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്ട്രിബ്യൂഷൻ നടക്കും ഈ കേസിൽ. സോ നമുക്ക് ഇവിടെ ഫിക്സ്ഡ് ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് എന്താണെന്ന് നോക്കാം ഈ പ്രോബ്ലത്തിലെ. അത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. വാട്ട് ആർ ദി കൺസ്ട്രെയിൻസ്? ലെറ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഈസ് N1. ഇവിടുത്തെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ N2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ ഞാൻ N എന്ന് എടുക്കുകയാണ്. അത് N1 പ്ലസ് N2, അതൊരിക്കലും മാറുന്നില്ല, അതൊരു കൺസ്ട്രെയിന്റ് ആണ്. മറ്റൊന്ന് ടോട്ടൽ വോളിയം, അതിനെ ഞാൻ V എന്ന് എടുക്കുകയാണ്. അത് V1 പ്ലസ് V2 ആണ്, അതും ചേഞ്ച് ചെയ്യുന്നില്ല, അതും ഒരു കൺസ്ട്രെയിന്റ് ആണ്. ഓക്കെ, ഇനി ഏതെങ്കിലും ഒരു തെർമോഡൈനാമിക് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഇന്റേണൽ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. U ഈസ് അഡിറ്റീവ്, is an extensive quantity, it is additive. അപ്പോൾ U1 plus U2, അതായത് സിസ്റ്റത്തിന്റെ ഇനിഷ്യൽ ഇന്റേണൽ എനർജി നമുക്ക് ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, ദാറ്റ് വി ക്യാൻ ആഡ്. There is no change in internal energy in this particular process.
So that is equal to U. Initial internal energy, final internal energy, ഞാൻ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യണം. Okay. So now നമ്മുടെ എക്സ്പ്രഷൻ അറിയാം. വെയിറ്റ്, ഡി ബാർ ക്യൂ ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. ഇതറിയാലോ. സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഡി ബാർ ക്യൂ ബൈ ടി ആണ്. ഞാൻ വോളിയം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ബാർ ക്യൂ ഈക്വൽ ടു ഡി യു ആയിരിക്കും ഫോർ എ ഗിവൺ വോളിയം. ഇതങ്ങ് വെട്ടിക്കളഞ്ഞൂടെ എനിക്ക്. സോ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഡി ബാർ ക്യൂവിന് പകരം എനിക്ക് എഴുതാം ഡി യു ബൈ ഡി ടി എന്ന് എഴുതാം. എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയടാ, യു ഈക്വൽ ടു സി വി ഡി ടി. എൻ മോൾസ് ഉണ്ടെങ്കിൽ യു ഈക്വൽ ടു എൻ സി വി ഡി ടി എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, ഡി യു, ഐ എം സോറി, ഡി യു. സോ യു ഈക്വൽ ടു എൻ സി ഡി ടി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. യു വണ്ണിന് എങ്ങനെ എഴുതാം? എൻ വൺ സി വി സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം, അത് കോൺസ്റ്റന്റ് തന്നെയാണ്. ഇനിഷ്യൽ ടെമ്പറേച്ചർ എന്താണ്? T1 പ്ലസ് രണ്ടാമത്തെ കമ്പാർട്ട്മെന്റിലുള്ള ഇന്റേണൽ എനർജിയാണ് U2. ഇവിടെയുള്ള ഇന്റേണൽ എനർജിയാണ് U2. ദാറ്റ് ഈസ് N2 CV T2 ദാറ്റ് ഈസ് ഈക്വൽ ടു U. ഈ U എന്താണ്? N ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾ N. ഫൈനൽ ടെമ്പറേച്ചറിനെ ഞാൻ T എന്ന് എടുക്കുകയാണ്. ഇവർ മിക്സ് ചെയ്ത് വന്ന ഫൈനൽ ടെമ്പറേച്ചറിനെ ഞാൻ T എന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യണം. So NCVT. So my T will be N1 T1 plus N2 T2 divided by N. ഈ N എന്ന് വെച്ചാൽ എന്താണ്? N1 plus N2, total number of particles. N1 plus N2. ഇനി നമ്മൾ നോക്കാം നമ്മുടെ ഐഡിയൽ ഗ്യാസ് ലോ. ഇത് നമുക്ക് മാറ്റി എഴുതാം. PV equal to nRT. So N is equal to PV by RT. കറക്റ്റ് അല്ലേ? ആർ ടി. അങ്ങനെയാണെങ്കിൽ N1 എന്തായിരിക്കും? P1 V1 by RT1 into T1 പ്ലസ് N2 എന്തായിരിക്കും? P2 V2 by RT2 into T2 divided by P1 V1 by RT1 plus P2 V2 by RT2. Right? So finally you will get T equal to, നിങ്ങൾക്ക് T1 ക്യാൻസൽ ചെയ്ത് കളയാം, ആറിനെ കോമൺ ആയിട്ട് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാം. യു ലെഫ്റ്റ് വിത്ത് P1 പ്ലസ് V1 പ്ലസ് P2 പ്ലസ് ഇൻറ്റു P2 പ്ലസ് V2 ഡിവൈഡഡ് ബൈ P1 V1 അപ്പോൺ T1, ഐ എം സോറി, എസ് ആർ പോയി അല്ലേ, T1 പ്ലസ് P2 V2 ബൈ T2. R can be removed from each term. So that is the case. Now next question. Option C ആയിരുന്നല്ലേ എൻ്റെ ആൻസർ? ഓക്കെ ഫൈൻ. നമുക്ക് നെക്സ്റ്റ് പേജ് ആയി. സോ വെയിറ്റ്, ഏഴര കഴിഞ്ഞു പോയി. നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്താൽ മതിയോ അതോ കംപ്ലീറ്റ് ചെയ്യട്ടെ? ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് 23 വരെയെങ്കിലും എത്തിക്കാം, നോക്കാം. കൺസിഡർ ദ മെൽറ്റിംഗ് ഓഫ് ട്രാൻസിഷൻ ഓഫ് ഐസ് ടു വാട്ടർ with the following thermodynamic quantity does not exhibit a discontinuous change. Ice to water, ഈ പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ ആണ്. ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷനിൽ നമ്മുടെ ഗിബ്സ് ഫ്രീ എനർജി നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞാൽ DG ഈക്വൽ ടു, അതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഓക്കെ, എനിവേ ഗിബ്സ് ഫ്രീ okay, so DG equal to minus S dt plus VdP. ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ മീൻസ് which takes place at a constant temperature and pressure.
അതുകൊണ്ട് തന്നെ ഡി ജി എന്താണ്? ഡി ജി വിൽ ബി 0. കാര്യം ഡി പിയും ഡി ടിയും 0 ആയിരിക്കും. സോ ഡി ജി വിൽ ബി 0. അതായത് ട്രാൻസിഷൻ നടക്കുമ്പോൾ ജി എന്തായിരിക്കും? എ കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ജി ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അതേസമയം അതിന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എല്ലാം ചേഞ്ച് ചെയ്യും. ഓക്കെ, സോ ഇവിടുത്തെ കാര്യം which of the quantity does not exhibit a discontinuous change. ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ച് എക്സിബിറ്റ് ചെയ്യാത്ത ക്വാണ്ടിറ്റി ഏതാണ്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ഗിബ്സ് ഫ്രീ എനർജി. ഗിബ്സ് ഫ്രീ എനർജി അവിടെ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് എൻട്രോപ്പി എഴുതിക്കൂടെ? എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഡോ ജി ബൈ ഡോ ടി. ഇതതിന്റെ ഫസ്റ്റ് ഓർഡർ, അതിന്റെ ഡെറിവേറ്റീവ് ആണ് എൻട്രോപ്പി. ദെൻ ബി എനിക്ക് എഴുതാം ഡോ ജി ബൈ ഡോ പി. അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ഗിബ്സ് ഫംഗ്ഷൻസ് ചേഞ്ച് ചെയ്യും, എന്നാൽ ഗിബ്സ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷനിൽ. ഫസ്റ്റ് ഓർഡർ എന്ന് പറയാൻ തന്നെ കാരണം ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ഗിബ്സ് ഫംഗ്ഷൻ ചേഞ്ചസ്, അതുകൊണ്ടാണ്. സെക്കൻഡ് ഓർഡർ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ഓഫ് ഗിബ്സ് ഫംഗ്ഷൻ ചേഞ്ച്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ കേസിൽ ഐസ് ടു വാട്ടർ ഈസ് ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ. അപ്പോൾ ഗിബ്സ് ഫംഗ്ഷന്റെ ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ചേഞ്ച് ചെയ്യും, അപ്പോൾ ഇവരൊക്കെ ചേഞ്ച് ചെയ്യും, ബട്ട് ഗിബ്സ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഗിബ്സ് ഫ്രീ എനർജി ഈസ് അവർ ആൻസർ. Okay, now next question 20. Two different thermodynamic systems described by the following equations of state 1 upon T1 equal to 3Rn1 divided by 2U1 and 1 upon T2 equal to 5Rn2 divided by 2U2. Okay, these are given. Let U total denote the total internal energy when two systems are put in contact in thermal equilibrium. Then U1 to U total. രണ്ട് സിസ്റ്റത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു? മിക്സ് ചെയ്തിട്ട് ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ? അതാണ് ചോദ്യം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞോളൂ, U ഈസ് അഡിറ്റീവ് ക്വാണ്ടിറ്റി. It's an additive quantity. So നമുക്ക് ഇവിടെ എഴുതാം U total can be written as U1 plus U2. Okay, U1 plus U2 ഈ രീതിയിൽ മാറ്റി എഴുതാം. So that will become, അവിടെ നിന്ന് U1 നെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാടാ ആ എക്സ്പ്രഷനിൽ നിന്ന്? U1 can be 3Rn1 T1 upon 2. ശരിയാണല്ലോ? That expression. Plus U2 എങ്ങനെ എഴുതാം? U2 will be 5Rn2 T2 upon 2. ഈ രണ്ട് സ്റ്റേറ്റുകളെ നമ്മൾ മിക്സ് ചെയ്തൊരു ഫൈനൽ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തു. സോ വി ഹാവ് എ ഫൈനൽ ടെമ്പറേച്ചർ. ലെറ്റ് ദാറ്റ് ഫൈനൽ ടെമ്പറേച്ചർ ബി T. സോ അറ്റ് ഇക്വിലിബ്രിയം T1 equal to T2, that become T. So U total can be written as T നമുക്ക് പുറത്തെടുത്തൂടെ? So R നെ പുറത്തെടുക്കാം അല്ലെ? So RT by 2 remaining is 3N prime plus 5N1 N2. ഇതാണ് U total. എന്തായിരുന്നു U1? U1 will be 3Rn1 T1, but at equilibrium T1 prime T1 equal to T, so we could put T divided by 2. ഈ രീതിയിൽ നമുക്ക് എഴുതാം. ഇനി നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സാധനത്തിലേക്ക് വരാം. എന്താണ് നമുക്ക് വേണ്ട സാധനം? ഇവരുടെ റേഷ്യോ U1 U prime by U. ഇനി ഡിവൈഡ് ചെയ്താൽ പോരെ? ഡിവൈഡ് ചെയ്താൽ മതി. സോ RT get cancelled, 2 also get cancelled, we get
U total by U prime, that is equal to 3n prime n plus 5n2 divided by 3n1, right? So നമ്മുടെ required thing നേരെ തിരിച്ചാണ്. So U prime by U total, so that become 3n1 by 3n1 plus 5n2. So this is our required answer. Okay. Next question കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് I think we can stop then. The entropy of a thermodynamic system as a function of energy E is given by the following graph. E versus S versus E graph ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കുക, S versus E graph. So something here and here. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. Okay, here A, B, C. ടെമ്പറേച്ചേഴ്സ് തമ്മിലുള്ള റിലേഷൻ ആണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാനുള്ള ഒരു കാര്യമാണ് d bar q equal to TdS plus PdV. Okay, if we fix the volume, we could write, I'm sorry, this expression is wrong. D bar q equal to du plus PdV. So this is TdS equal to du for a given volume. If I fix volume is a constant, then we will get this. So from this, dou S by dou U is 1 by T. നമ്മുടെ തന്നിരിക്കുന്ന ഗ്രാഫിൽ എന്താണ് dou S by dou U? ഈ ഗ്രാഫിന്റെ സ്ലോപ്പ് എന്താണ്? dou S by dou U. But according to the relation, dou S by dou U എന്താണ്? 1 by T. So this is proportional to 1 by T. അപ്പോൾ നമുക്ക് എഴുതാം slope is proportional to 1 by T. അതായത് ടെമ്പറേച്ചർ സ്ലോപ്പ് കൂടിയാൽ ടെമ്പറേച്ചർ കുറയും. നമുക്ക് നോക്കാം, സ്ലോപ്പ് ഇവിടെ ആരുടെ സ്ലോപ്പാ വലുത്? എയുടെയാണ്. സ്ലോപ്പ് ഓഫ് എ ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് സി ഗ്രേറ്റർ ദാൻ സ്ലോപ്പ് ഓഫ് ബി. അതുകൊണ്ട് നമുക്ക് എഴുതാം ടെമ്പറേച്ചർ ഓഫ് എ ലെസ് ദാൻ ടെമ്പറേച്ചർ ഓഫ് സി ലെസ് ദാൻ ടെമ്പറേച്ചർ ഓഫ് ബി. അപ്പോ ടി ബി ആണ് ഏറ്റവും വലുത്, പിന്നെ ടി സി, ഏറ്റവും കുറവ് ടി എ. വിച്ച് ഓപ്ഷൻ? ടി ബി, ടി സി, ജി. ഓപ്ഷൻ സി is our answer. Next one. Carnot cycle operates as a heat engine between two bodies of equal heat capacity until their temperature become equal. The initial temperature of the bodies are T1 and T2, where T1 greater than T2, then their common final temperature is. Okay, രണ്ട് ബോഡീസ് ഇതിനെ കാർനോട്ട് സൈക്കിൾ ആയിട്ട് ഇത് വർക്ക് ചെയ്യാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാർനോട്ട് സൈക്കിളിൽ നിങ്ങൾക്ക് അറിയാം, സോഴ്സിൽ നിന്ന് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് സിസ്റ്റം വർക്ക് ചെയ്യും, എന്നിട്ട് റിമൈനിങ് ഹീറ്റ് സിങ്കിലേക്ക് ഇജക്ട് ചെയ്യും. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആണ് ഗ്രേറ്റർ ആണെന്ന് പറയുന്നുണ്ട് ദാൻ T2. അപ്പോൾ ഇവിടുത്തെ ഹീറ്റ് എനർജി കൂടുതലാണ്, അത് ഇതിലേക്ക് ഫ്ലോ ചെയ്യും. സ്വാഭാവികമായിട്ടും ഈ ഹീറ്റ് ഫ്ലോ ഏതുവരെ നടക്കും? ഇവരുടെ ടെമ്പറേച്ചർ ഒരു ഫൈനൽ ടെമ്പറേച്ചർ എത്തുന്നത് വരെയും നടക്കും. ഓക്കെ, നൗ വാട്ട് ഈസ് എ കൺസെപ്റ്റ് വി ഹാവ് ടു അപ്ലൈ ഹിയർ? കാർനോട്ട് സൈക്കിൾ എന്നവിടെ പറയുന്നുണ്ട്, വിച്ച് ഈസ് എ റിവേഴ്സിബിൾ സൈക്കിൾ. കാർനോട്ട് സൈക്കിൾ ഈസ് റിവേഴ്സിബിൾ. റിവേഴ്സിബിൾ റിയാക്ഷൻസിനൊക്കെ ഒരു സിസ്റ്റത്തിന്റെ യൂണിവേഴ്സിന്റെ ടോട്ടൽ എൻട്രോപ്പി 0 ആയിരിക്കും, അത് ചേഞ്ച് ചെയ്യാതെ നിൽക്കും. ഫോർ റിവേഴ്സിബിൾ സൈക്കിൾ delta S of universe
is 0. എന്ന് പറയുന്നത് ഡെൽറ്റ എസ് ഓഫ് സിസ്റ്റം പ്ലസ് ഡെൽറ്റ എസ് ഓഫ് സറൗണ്ടിങ് ആ രണ്ടും കൂടെ ചേരുന്നതാണ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഈ കേസിൽ എങ്ങനെ ആയിട്ട് വരുന്നത്? നമ്മുടെ ഒരു സോഴ്സിനെയോ മറ്റോ സിസ്റ്റമായിട്ട് എടുക്കുക, മറ്റതിനെ സറൗണ്ടിങ് ആയിട്ട് എടുക്കുക. ഏതെങ്കിലും ഒന്നിനെ സിസ്റ്റവും മറ്റൊന്നിനെ സറൗണ്ടിങ്ങും ആയിട്ട് നിങ്ങൾ എടുക്കുക. ഇനി എന്താണ് ഡെൽറ്റ എസ്? നമുക്കറിയാം ഡെൽറ്റ ക്യൂ ബൈ ടി ഓർ ഇന്റഗ്രൽ ഫോം ഡി ബാർ ക്യൂ ബൈ ടി. ഇതാണ് സാധനം. ഓക്കെ, ഡി ബാർ ക്യൂ എന്താണെന്ന് നമ്മൾ തൊട്ട് മുന്നേ എഴുതിയതാണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് എൻ സി ഡി ടി അപ്പോൺ ടി. ഡി ബാർ ക്യൂ ഈസ് എൻ സി ഡി ടി. അപ്പോൾ ഞാൻ ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദി ചേഞ്ച് ഇൻ എൻട്രോപ്പി. ദാറ്റ് വിൽ ബി എൻ സി എൽ എൻ ടി. ഇതായിരിക്കും എക്സ്പ്രഷൻ. സപ്പോസ് സിസ്റ്റം പോകുന്നത് ഒരു ഇനിഷ്യൽ ടെമ്പറേച്ചർ ടി ഇനിഷ്യലിൽ നിന്ന് ടി ഫൈനലിലേക്കാണെങ്കിൽ ദിസ് ബിക്കം ടി ഫൈനൽ ബൈ ടി ഇനിഷ്യൽ. ഇനി നമ്മുടെ കേസിൽ സോഴ്സ് ടി വണ്ണിൽ നിന്ന് ടി എഫിലേക്ക് എത്തുന്നു, സിങ്ക് ടി ടുവിൽ നിന്ന് ടി എഫിലേക്ക് എത്തുന്നു. അപ്പൊ നമുക്കിവിടെ എഴുതാം ഡെൽറ്റ എസ് ഓഫ് സോഴ്സ് പ്ലസ് ഡെൽറ്റ എസ് ഓഫ് സിങ്ക് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എൻ സി എൽ എൻ ടി ഫൈനൽ ബൈ ടി വൺ പ്ലസ് എൻ സി എൽ എൻ ടി ഫൈനൽ ബൈ ടി സിങ്ക് ഇനിഷ്യലി ടി ടു. That is equal to 0. Okay, so NC എല്ലാം കോമൺ ആണ്, അതിനെയൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം. And we could write ln log A plus log B is log AB. Using that TF square T1 T2 equal to 0. 0 നെ നമുക്ക് എഴുതാം log to any base of 1 is 0. So നമുക്ക് ln 1 എന്ന് എഴുതാം. So equating this you get TF square is equal to T1 T2 or TF is equal to root of T1 T2, which is option, again option C, right? Yes. Now consider the black body radiation cavity whose walls are at a temperature. ഇനി കുറച്ചുകൂടെ ഉള്ളൂ, ഞാൻ ഫിനിഷ് ചെയ്തോട്ടെ. ഇനി ഇതിനു വേണ്ടി ഒരു സെഷൻ വെക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. walls at a temperature T. The radiation is in equilibrium with the walls of cavity. The temperature of the walls is increased with 2T. The radiation is allowed to come to equilibrium at a new temperature. The entropy of radiation increases by factor. അതായത് ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനിഷ്യലി ഒരു ക്യാവിറ്റി ഉണ്ടായിരുന്നു, അവിടുത്തെ ടെമ്പറേച്ചർ T ആണ്. So now the temperature increased by 2 times. What is the change in entropy? ഇതാണ് ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞു റേഡിയന്റ് എനർജി, ടോട്ടൽ എനർജി വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു T power 4. സ്റ്റീഫൻ ബോൾട്സ്മാൻ. സോ നമുക്കറിയാം എൻട്രോപ്പിയും ഇന്റേണൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ TdS is equal to dE. So what is ds? dE by T. This. ഈ രീതിയിലാണ് അവർ തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓർ വി കുഡ് റൈറ്റ് our S can be written as, മറ്റൊരു രീതിയിൽ എഴുതി കഴിഞ്ഞാൽ S can be written as d bar q by T. ഞാൻ എഴുതാലോ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ വോളിയം ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല. ഡോ യു ബൈ ഡോ ടി ഇങ്ങനെ എഴുതാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒന്ന് നോക്കുക, എൻട്രോപ്പി ഇന്റേണൽ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അറ്റ് കോൺസ്റ്റന്റ് വോളിയം ഈ എക്സ്പ്രഷൻ ആണ്, ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഓക്കെ, ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട, ഇത് മതി. ഇതെങ്ങനെയാ വന്നേ? ഡി ബാർ ക്യൂ ഈക്വൽ ടു ഡി യു പ്ലസ് ഡി ബാർ ഡബ്ല്യു. ഫസ്റ്റ് ലോ ഡി ബാർ ക്യൂ ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി. കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ നിങ്ങൾ കളയാം. സോ ഫോർ കോൺസ്റ്റന്റ് വോളിയം ഡി ബാർ ക്യൂ ഈക്വൽ ടു ഡി യു, രണ്ടും ഈക്വൽ ആണ്. എൻട്രോപ്പി എന്ന് പറഞ്ഞാൽ ഡി ബാർ ക്യൂ ബൈ ഡി ടി ആണ്. ദാറ്റ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ഡി യു ബൈ ഡി ടി. സോ വി ഗെറ്റ് ദിസ്. നൗ ഇഫ് യു ലിസൺ, ഇവിടെ
എസും യുവും തമ്മിലുള്ള റിലേഷൻ ദേ ആർ ഡിഫേർഡ് ബൈ എ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോ നമ്മുടെ യു പ്രപ്പോർഷണൽ ടു ടി പവർ 4 ആണെങ്കിൽ എസ് ഷുഡ് ബി പ്രപ്പോർഷണൽ ടു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ടി പവർ 3 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ആദ്യത്തെ കേസിൽ എൻട്രോപ്പി എസ് ആയിരുന്നെങ്കിൽ അത് ടി പവർ 3 ആയിരുന്നു. സെക്കൻഡ് കേസിൽ എൻട്രോപ്പി എസ് പ്രൈം എന്ന് എടുക്കുന്നു. ടെമ്പറേച്ചർ എത്രയാക്കി? 2 ടൈംസ് ആക്കി. 2t power 3. So if you divide, s by s prime will be equal to 1/8. അപ്പോ ഫൈനൽ എൻട്രോപ്പി എന്താവും? 8 ടൈംസ് ആയിട്ട് മാറി അല്ലേ? s prime will be 8 times s. Okay. പ്രണം വീഡിയോ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും വീഡിയോ ഓഫ് ആണെന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കുക. ഓക്കെ. So our answer is again C here. Now we are into the last page of our discussion, right? Listen. Let d bar w be the work done in a quasi-static reversible thermodynamic process. Which of the following statement regarding delta w is correct? നമ്മൾ നേരത്തെ വർക്ക് ഡണിനെ പറ്റി പറഞ്ഞു. വർക്ക് ഡൺ എങ്ങനെയാണ് നമ്മൾ അവതരിപ്പിച്ചേ? വർക്ക് ഡൺ d bar w. ഒരു മിനിറ്റ്, ഞാൻ ലാപ്പ് ഒന്ന് ഓക്കെ, താങ്ക് യു. ഇത് ഒരു ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ലോയിലേക്ക് വരാം. ഡി ബാർ ക്യൂ ഈക്വൽ ടു ഡി യു പ്ലസ് പി ഡി വി ഓർ പ്ലസ് ഡി ബാർ ഡബ്ല്യു. ഇപ്പോ ഇത് എക്സാക്ട് ആവാൻ വല്ല വഴിയുണ്ടോ? വഴിയുണ്ട്. എന്താണ്? അഡയാബാറ്റിക് പ്രോസസ് ആയാൽ മതി. അഡയാബാറ്റിക് പ്രോസസ് ആവുമ്പോൾ ഡി ബാർ ക്യൂ 0 ആണ്. ഹീറ്റ് സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്കും പോകത്തില്ല, അത് അബ്സോർബ് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡി ബാർ ഡബ്ല്യു ഈക്വൽ ടു ഡി യു വിത്ത് എ നെഗറ്റീവ് സൈൻ. ഇത് ഇന്റേണൽ എനർജി ചേഞ്ചാ, ഇത് എക്സാക്ട് ആണ്. അപ്പൊ ഡെഫിനറ്റ്ലി ഇതെന്താവും? എക്സാക്ട് ആയേ പറ്റൂ. ഒരു അഡയാബാറ്റിക് പ്രോസസ് ആണെങ്കിൽ ദ വർക്ക് ഡൺ ക്യാൻ ബി ആൻ എക്സാക്ട് ഡിഫറൻഷ്യൽ. ഓപ്ഷൻ നോക്കാം. ഡി ബാർ ഡബ്ല്യു ഇസ് എ പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ ഇഫ് ദ പ്രോസസ് ഈസ് ഐസോതെർമൽ. നമുക്ക് പറയാൻ പറ്റില്ല ഐസോതെർമൽ ആയതുകൊണ്ട് പെർഫെക്റ്റ് ആവുമെന്ന്. നോ, ഇറ്റ്സ് എ പെർഫെക്റ്റ് ഡിഫറൻഷ്യൽ. ഇസ് ഇറ്റ് അഡയാബാറ്റിക്? ട്രൂ. It is always a perfect differential അല്ല. It cannot be a perfect differential അല്ല. കാരണം ഇപ്പൊ നമ്മൾ കണ്ടു ഇത് ഡിഫറൻഷ്യൽ ആവാം. So option B. Okay. Now next question. A given quantity of gas move from A to C. ആ ഫിഗർ അവിടെ തന്നിട്ടില്ല. I will give you a figure. ഇതാണ് A, അത് സിയിലേക്ക് പോയി ത്രൂ വൺ പാത്ത്. ഇതൊരു പാത്താണ്. വേറൊരു പാത്ത് വഴിയും കൂടെ പോയി. ആദ്യം ബിയിലേക്ക് പോയി, പിന്നെ സിയിൽ പോയി. രണ്ട് വഴി കൂടെ സിസ്റ്റം സിയിലെത്തി. എയിൽ നിന്നും സിയിലേക്ക് എത്തി. ഡ്യൂറിംഗ് പ്രോസസ് ഫ്രം എ ടു സി ദ വർക്ക് ഡൺ ഈസ് 100 ജൂൾ. WAC ഈസ് 100 ജൂൾ. ഹീറ്റ് അബ്സോർബ്ഡ് QAC ഈസ് 150 ജൂൾ. അപ്പൊ നമുക്കറിയാം Q ഈക്വൽ ടു W പ്ലസ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ആണ് U. അപ്പൊ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി Q മൈനസ് W. സോ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈക്വൽ ടു 50 ജൂൾ. ഏത് പ്രോസസ്സിന്? AC. അത് അവിടെ നിൽക്കട്ടെ. ഇഫ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഫ്രം ABC ദ വർക്ക് ഡൺ ഈസ് 30 ജൂൾ. ഇങ്ങനെ വരാൻ വേണ്ടി ചെയ്ത വർക്ക് 30 ജൂൾ ആണെങ്കിൽ ഹീറ്റ് അബ്സോർബ്ഡ് ഈസ്
അപ്പൊ നമുക്ക് എഴുതാം QABC equal to WABC plus UABC. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ U എന്ന് പറയുന്നത് ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ആണ്. എക്സാക്ട് ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ ആയിരിക്കും, അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഡെൽറ്റ U ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അതുകൊണ്ട് ഡെൽറ്റ U ABC ആയാലും ഡെൽറ്റ U AC ആയാലും സെയിം ആയിരിക്കും. അത് എത്രയായിരിക്കും? 50 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ QABC എഴുതിക്കൂടെ? വർക്ക് ഡൺ എത്രയാണ്? 30 ആണ് അല്ലേ? 30 പ്ലസ് ഡെൽറ്റ UABC ഈസ് 50, സോ ടോട്ടൽ 80 joules. സോ കീപ് ഇൻ മൈൻഡ് U ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്ത്. ഈ ഐഡിയ ഉപയോഗിച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, now consider the transition of liquid water to steam boils at a temperature 100 degree. Which of the following quantities does not change? Liquid to vapor. ഇതും ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻ എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് ഓർഡർ ഫേസ് ട്രാൻസിഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ കണ്ടിന്യൂസ് ആയിരിക്കുന്ന പ്രോപ്പർട്ടി ആരാണ്? G is continuous. Gibbs free energy should be continuous. So this will be our answer. Okay. ബാക്കി എല്ലാ ടേമും നമ്മൾ അതിന്റെ തിയറിയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യമാണ് കേട്ടോ. ഇന്റേണൽ എനർജി, എൻട്രോപ്പി, സ്പെസിഫിക് വോളിയം അവരെല്ലാവരും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. Okay, we are heading to the final question, the second last question. Here the total energy of the system is given by E equal to Bs square by Vn. B is a constant and other symbols have a usual meaning, so entropy, volume and a number of particles. Then what is it? Equilibrium temperature of the system or temperature of the system equal to internal energy തന്നിട്ടുണ്ടല്ലോ. So we can have equation connecting internal energy, entropy and temperature. TdS എന്താണ് കമന്റ്? S cube. Oh, I am sorry. Thank you so much. S cube. TdS is equal to du plus pdv. Okay, from this I could get T as dou u by dou s at a constant v equal to T. ഇവിടുത്തെ u ആണ് u equal to e ആണ്. So I am finding dou u by dou s which is equal to T. So 3s square v by vn. കണ്ടോ, ഈ റിലേഷൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി, you will get the answer. Option B. Then the last question, which is a question from TIFR. A many body system undergoes a phase transition between the phase A and B at a temperature Tc. The temperature depends specific heat at a constant volumes V of the two phases are given by CV A equal to this and this. Assuming negligible volume change in the system, no latent heat is generated in the phase transition. This is very important. Then what is Tc? അതായത് ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്ന സാധനം ബിയിലേക്ക് ട്രാൻസിഷൻ നടക്കുകയാണ്. നമുക്ക് രണ്ട് ട്രാൻസിഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷൻസ് ഉണ്ട് ആൻഡ് സെക്കൻഡ് ഓർഡർ ട്രാൻസിഷൻസ് ഉണ്ട്. ഓക്കെ, നമ്മൾ തിയറി ക്ലാസ്സിലെല്ലാം അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ പ്രോബ്ലം ചെയ്യേണ്ട കാര്യം മാത്രം ഒന്ന് മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് ഓർഡർ ട്രാൻസിഷനിൽ ഹീറ്റിന്റെ ചേഞ്ച് ഉണ്ടാവും. ഹീറ്റ് ചേഞ്ച് ചെയ്യും, ഹീറ്റ് അബ്സോർബ് ചെയ്യോ ലിബറേറ്റ് ചെയ്യോ ചെയ്യും. സെക്കൻഡ് ഓർഡർ ട്രാൻസിഷനിൽ നോ ഹീറ്റ് ചേഞ്ച്. അപ്പൊ നമ്മൾ ഈ തന്നിക്കുന്ന സാധനം എന്താണ്? സെക്കൻഡ് ഓർഡർ ട്രാൻസിഷൻ ആണ്. ഇറ്റ് ഈസ് എ സെക്കൻഡ് ഓർഡർ ട്രാൻസിഷൻ. കൂടാണ്ട് there is no heat change means there is no change in entropy. അപ്പൊ നമുക്ക് ഇവിടെ പറയാം entropy of the system A should be equal to entropy of system B.
ഇവിടെ തന്നിരിക്കുന്ന സ്പെസിഫിക് ഹീറ്റ് ആയതുകൊണ്ട് ആദ്യം നമുക്ക് അതിലേക്കുള്ള ഒരു റിലേഷൻ കൊണ്ടുവരാം ഇൻ ടേംസ് ഓഫ് എൻട്രോപ്പി. സി വിയെ നമുക്ക് ഇങ്ങനെ എഴുതാം du/dt but du, okay, wait, du നെ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം cv dt എന്ന് എഴുതാം അല്ലേ, or du can be equal to cv dt. but du നമുക്ക് നേരത്തെ നമ്മൾ കുറെ കണ്ടതാണ്, du equal to tds for a given volume. Because it is fixed that the volume of the system is constant. So d bar q equal to, that is tds equal to du plus pdv. So from that relation du equal to tds നമുക്ക് ഇവിടെ എഴുതാം. അപ്പോൾ എൻട്രോപ്പിയും സി വി ആയിട്ട് കണക്ട് ആയിട്ടുണ്ട്. സോ ds equal to cv by t into dt. So finally the entropy will be just integral of cv by t dt ആയിരിക്കും. എന്താണ് നമ്മുടെ ചോദ്യത്തില് ഓരോ ആൾക്കാരുടെയും സ്പെസിഫിക് ഹീറ്റ് തന്നിരിക്കുന്നത്? cv, I'm sorry, cv for the system A, which is equal to AT cube plus BT, and for system B, CVB, which is CT cube. Appo entropy of A is integral CVA by T dt. That is integral ഇതിനെ t കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ AT square plus B dt, which is equal to AT cube by 3 plus BT. ഇതാണ് SA. എന്താണ് SB? Integral CVB by T dt. That will be equal to integral VB എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് CT ക്യൂബ് ആണ് by T dt. So to T square ആവും. So T CT cube by 3. നമ്മൾ പറഞ്ഞു this is a second order transition, no heat evolved, therefore entropy of the systems are same. SA equal to SB, equate ചെയ്യാം. So AT cube by 3 plus BT equal to CT cube by 3. That implies A minus C into T cube by 3 equal to BT, right? So you get your T square equal to 3B by A minus C. Oh, I'm sorry. എന്തോ പറ്റിയല്ലോ, തിരിച്ചല്ലേ വരണേ. C minus A, ഞാൻ ഇതിനെ ഇങ്ങോട്ടാണ് എടുത്തത്. C minus A. I'm sorry. This is T square, therefore T will be root of 3B by C minus A. So which is our option? Option അടുത്ത പേജിലാണ് ഞാൻ തരാം. So TFR question, which is root of 3B by C minus A. Option C is again our answer. ഏതാണ്ടൊക്കെ C ആണല്ലേ. Okay. നമുക്കറിയാം, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണം. നമുക്ക് 2 മണിക്കൂർ എടുത്തു. 1.5 മണിക്കൂറിൽ തീർക്കാനുള്ളതാണ്. ഞാൻ അത്യാവശ്യം സ്പീഡിൽ വന്നിട്ടും ഇത്രയും എടുത്തു. അപ്പോൾ എനിക്കറിയാം ഇതിൽ MSc ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം തെർമോഡൈനാമിക്സ് അറിയാമെന്നുള്ളൊരു ധാരണയിലാണ് മുന്നോട്ട് പോയത്. വേണ്ട പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ മാത്രം ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആ ഷോർട്ട് നോട്ട് കിട്ടുമ്പോൾ കൂടുതൽ ഐഡിയ കിട്ടും. ഞാൻ അതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഏതാണ്ട് അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. CSIR-ന്റെ എല്ലാ ഏരിയയും അതിൽ ഏതാണ്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇനി IIT JAM-ന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് വേറൊരു സെഷൻ തന്നെ നമുക്ക് വയ്ക്കാം. ഓക്കെ, ടൈം ടേബിളിൽ എവിടെയെങ്കിലും കുത്തിക്കേട്ടാണ്. അപ്പോൾ അതും CSIR-കാരെ ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ ഈ സെഷൻസ് എല്ലാം നാളെ യൂട്യൂബിലോ മറ്റോ അവൈലബിൾ ആക്കും. കൂടാണ്ട് ആപ്പിലേക്കും ഇത് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ ഒന്ന് ഇതിൻ്റെ അകത്ത് തന്നെ കമന്റ് ചെയ്ത്, നിങ്ങൾക്ക് നാളെ ഫോം തരും, വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഒന്ന് കമന്റ് ചെയ്തിരുന്നാൽ എനിക്ക് അത് നല്ലതായിരുന്നു. നിങ്ങൾ ലീവ് ചെയ്യുന്നതിന് മുന്നേ വാട്ട് എവർ യു ഫീൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊന്ന് കമന്റ് ചെയ്തിരുന്നാൽ ദാറ്റ് വുഡ് ബി ഗുഡ്. 1 മിനിറ്റ് അല്ലേ വേണ്ടു, ഒന്ന് വേഗം കമന്റ് ചെയ്തിട്ട് പോവാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നോ പ്രോബ്ലം, ഞാൻ അത് പോസിറ്റീവ് സെൻസിലേ എടുക്കത്തുള്ളൂ. നെഗറ്റീവ് സൈഡ് എനിക്കറിയാം കുറച്ച് സ്പീഡ് കൂടുതലായിരുന്നു. That's it.